Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി പീച്ചാനിക്കാട് മങ്ങാട്ടുകര പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെ കള്ളൻ കയറിയത് 2 വീടുകളിൽ. മങ്ങാട്ടുകര ഇഞ്ചിപ്പറമ്പിൽ ദേവസിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് 15,000-ഓളം രൂപ നഷ്ടമായപ്പോൾ പീച്ചാനിക്കാട് 3 പീടിയേക്കൽ ഇട്ടൂപ്പിന്റെ വീട്ടിൽ നടത്തിയ മോഷണ ശ്രമം ഫലം കണ്ടില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് റോജി എം ജോൺ MLA ആവശ്യപ്പെട്ടു. ഒരു 1:40 ഞങ്ങൾ ഈ സംഭവം ഉണ്ടായേക്കുന്നത്. പുറകുവശത്തെ തണ്ടയുടെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്, പെരക്ക് ചീറ്റി നടന്നിട്ടുണ്ട്, തണ്ടയുടെ ചീറ്റി നടന്നിട്ടുണ്ട്. പിന്നെ പുറകുവശം കോഴിയുടെ തീറ്റയൊക്കെ വെക്കണ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അവിടെ ഒരു പഴയ പെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടിയുടെ പഴയ തുണികൾ മരിച്ചു അമ്മയുടെ തുണികളൊക്കെ ഇരുന്നേ അതൊക്കെ പൊക്കി വെക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വാതിലിൻ്റെ ഈ ഇത് ലോക്കുമ്പോൾ പിടിച്ചിട്ട് പയ്യൊന്ന് വെക്കണം. ഒച്ച കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒരു ഒച്ച കേട്ടോന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ എനിക്ക് ലൈറ്റ് ഇട്ടുകൊണ്ട് ഹാളിലേക്കുള്ള വാതിൽ തുറന്നു. വാതിൽ തുറന്നു കഴിഞ്ഞപ്പം ഇവിടെ ഞങ്ങൾ നോക്കി ലൈറ്റ് ഇട്ടുകൊണ്ട് ആദ്യം തന്നെ ഗേറ്റ് തുറന്ന് കിടക്കണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഗേറ്റൊന്നും തുറന്നിട്ടില്ല, ഗേറ്റൊക്കെ അടച്ചോണ്ട് തന്നെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുൻവശത്തെ ലൈറ്റ് ഇട്ടുകൊണ്ട് ജനലിൻ്റെ കട്ടൻ പൊക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ജാക്കി ലിവർ ഇറത്തിരിക്കുന്നു. അത് ഞങ്ങളുടെ അല്ല. അപ്പം ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കിടക്കുന്ന ഒരാടെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ അതിൻ്റെ ലോക്കൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പം മുകളിലത്തേന് ഇല്ല, അടിയിലെ അതിങ്ങനെ ഇങ്ങോട്ട് വിട്ടു വന്നു. അപ്പോൾ അത് എന്തോ വെച്ചിട്ട് തിക്കിയേക്കണത്. അത് കഴിഞ്ഞാൽ അവർ ഈ ലോക്കുമ്പോൾ പിടിച്ചിങ്ങനെ തിരിച്ചപ്പോൾ ആ തിരിക്കണ ഒച്ചയായിട്ടാണ് ഞങ്ങൾ കേട്ടത്. ചെറിയ ഒച്ചയാണ്, വലിയ ഒച്ചയൊന്നുമല്ല. ഞങ്ങൾ അങ്ങനെ മയങ്ങിയിട്ടുണ്ടായുള്ളൂ, ഉറങ്ങിയിട്ടുണ്ടായില്ല. പക്ഷെ ചെറിയ ഒച്ചയാണ്, അങ്ങനെ അത്ര പൊളിക്കണതായ വലിയ ഒച്ചയൊന്നും അല്ല കേട്ടെ. അപ്പോൾ എന്തോ വെച്ച് ഇങ്ങനെ തിക്കിയേക്കണതാണ്. ഇതേപോലെ ഒരു 2-3 കൊല്ലം മുമ്പ് കുറച്ച് ജാതിക്കായ മോളിൽ നിന്ന് മോഷണം പോയി. അല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് 38 വർഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പീച്ചാനിക്കാട് മങ്ങാട്ടുകര വഴി പോകുന്ന ഒരു 1-ാം നമ്പർ കള്ളൻ 2-ാം നമ്പർ റെയിൽ പാളത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പുലർത്തുക. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് കേട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. റെയിൽ പാലം വഴി എത്തുന്ന കള്ളന്മാർ അങ്കമാലി നഗരസഭയിലെ പീച്ചാനിക്കാട് മങ്ങാട്ടുകര നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. മങ്ങാട്ടുകര ഇഞ്ചിപ്പറമ്പിൽ ദേവസിക്കുട്ടിയുടെ വീട്ടിൽ കയറിയ കള്ളൻ 15,000 രൂപ കവർന്നതു മാത്രമേ മറ്റു മാധ്യമങ്ങളിൽ കണ്ടതുള്ളൂ. എന്നാൽ മങ്ങാട്ടുകരയിൽ എത്തും മുൻപ് കള്ളൻ പീച്ചാനിക്കാട് തുരങ്കപാതയ്ക്ക് സമീപമുള്ള 3 പീടികയിൽ ഇട്ടൂപ്പിന്റെ വസതിയിൽ ഹ്രസ്വ സന്ദർശനം നടത്തിയിരുന്നു. പുലർച്ചെ 1:15 കള്ളൻ ഇവിടെ എത്തിയത്. എൻ്റെ പേര് ഇട്ടൂപ്പ്. എൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി മോഷണശ്രമം ഉണ്ടായി. രാത്രി ഏകദേശം ഒരു 1:40 ശ്രമം ഉണ്ടായത്. എന്തോ ഒച്ച കേട്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഹാളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലെ ഡോറിൻ്റെ അടിവശം അവർ ജാക്കി പോലെ വെച്ചേക്കണെന്ന് തോന്നുന്നു, പൊളിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഒരു ജാക്കി ലിവർ കിട്ടിയിട്ടുണ്ട്. പോലീസ് വന്നപ്പോൾ പോലീസുകാർ കൊണ്ടുപോയി. അത് രാവിലെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കിലും വെച്ച് തുറക്കാനുള്ള ശ്രമിച്ച് മറ്റേ ബോൾട്ട് കുറച്ച് വളഞ്ഞിട്ടുണ്ട്. ബാക്കിലെ ഡോറിൻ്റെ ബോൾട്ട് വളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 600-700 മീറ്റർ അകലെ ഈ റെയിലിൻ്റെ സൈഡിൽ തന്നെ, എൻ്റെ വീട് റെയിലിൻ്റെ സൈഡാണ്, റെയിലിൻ്റെ സൈഡിൽ തന്നെ ഒരു ഇഞ്ചിപ്പറമ്പൻ ദേവസൂട്ടി ചേട്ടൻ്റെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. അവർ വീട്ടിൽ കയറി പൈസയൊക്കെ എടുത്തായിട്ട് ഇങ്ങനെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ റെയിൽ സൈഡ് തന്നെയാണ് ഇവർ പോയിരിക്കുന്നത്, കള്ളന്മാർ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഇപ്പോൾ ഇവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു. ഗേറ്റ് എപ്പോഴും 24 മണിക്കൂർ ആളുണ്ടായിരുന്നു, ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗേറ്റ് വണ്ടർപിടിച്ചു, ഗേറ്റ് പോയി. ഇട്ടൂപ്പും ഭാര്യയും പേരക്കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ പിൻഭാഗത്തും സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെഡിലും ടെറസിന് മുകളിലും വരെ കള്ളൻ ആയുധ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കയ്യിൽ കിട്ടിയില്ല. ജാക്കി ഉപയോഗിച്ച് വാതിൽ പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. പിന്നെ ശ്രമം മുൻവശത്തെ പ്രധാന ഡോറിലേക്ക് മാറ്റി.
ഇവിടെയും ജാക്കിയും ലിവറും ഉപയോഗിച്ച് വാതിൽ പൊളിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു. ലൈറ്റിട്ട് ജനൽ കർട്ടൻ വഴി പുറത്തേക്ക് നോക്കുമ്പോഴേക്കും കള്ളൻ സ്ഥലം വിട്ടിരുന്നു. കള്ളൻ ഉപേക്ഷിച്ച ജാക്കി ലിവർ വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടപ്പുണ്ടായിരുന്നു. വീട് പരിശോധിക്കാനെത്തിയ പോലീസ് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. പണം നഷ്ടമായ ഇഞ്ചിപ്പറമ്പിൽ ദേവസിക്കുട്ടിയുടെ വീട്ടിൽ റോജി എം ജോൺ MLA സന്ദർശനം നടത്തി. മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടാകണമെന്ന് MLA ആവശ്യപ്പെട്ടു. മങ്ങാട്ടുകരയിൽ ഉണ്ടായിരിക്കുന്ന മോഷണം എന്ന് പറയുന്ന അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഇത്തരം സംഭവങ്ങൾ നമുക്ക് ആവർത്തിക്കപ്പെടാൻ പാടില്ല. രാത്രിയിലെ ആളുകൾക്ക് സൗകര്യമായിട്ട് വീടുകളിൽ കടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവണം. ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷിതത്വം ഉണ്ടാവേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ എത്രയും വേഗം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ മുതൽ പീച്ചാനിക്കാട് മങ്ങാട്ടുകര ഭാഗങ്ങളിലെല്ലാം റെയിൽ പാളത്തിന്റെ ഇരുവശങ്ങളിലും പൊന്തക്കാടുകളാണ്. ഇതുവഴിയാണ് മോഷ്ടാക്കളും സാമൂഹ്യ വിരുദ്ധരുമെല്ലാം വന്നു ചേരുന്നത്. ഈ സ്വല്പം ഇത് ഇവിടെ തിക്കിപ്പേ ഇത് സ്വല്പം ഈ ഭാഗം മാത്രം ഇവിടെ ഉണ്ട്, കുറച്ചിടേ ഉള്ളൂ, അങ്ങടില്ല ഈ ഇന്ത്യയിലുള്ളവര്. പൊന്തക്കാടുകൾ നീക്കം ചെയ്യാൻ റെയിൽവേ തയ്യാറാകുകയുമില്ല. ഇത് ചെയ്യാൻ മറ്റുള്ളവർക്ക് അനുമതി നൽകുകയുമില്ല. മോഷ്ടാക്കളുടെ ശല്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.